ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ നല്ലൊരു പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ ആ ഡിസൈൻ പൂർത്തിയായെന്ന വിവരം സാഗറിനോട് നമ്മുടെ ദേവ്ജി വിളിച്ച് പറയുന്നുണ്ട്. മാനസയാണെങ്കിലോ സാഗറിനെ ഇരിപ്പിരി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൺമണിക്ക് ഒരിക്കലും ആ ഡിസൈൻ പൂർത്തിയാക്കാൻ കഴിയില്ല, ഞാൻ തന്നെയായിരിക്കും അത് പൂർത്തിയാക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അങ്കിളെ ഒന്ന്, അവൾ എന്തിനാ നമ്മുടെ കമ്പനിയിൽ നിർത്തിയിരിക്കുന്നത്, അവൾ അങ്ങ് പറഞ്ഞയച്ചൂടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സോപ്പിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ആ കോള് വരുന്നത്. ദേവിജി വിളിച്ചിട്ട് പറയുന്നുണ്ട്, കൺമണി അവൾ അവൾ നമ്മളുടെ അലികയ്ക്ക് ഒരു അസറ്റാണെന്ന രീതിയിലൊക്കെ കേട്ടാ പറയുന്നത്. എന്താ സർ അങ്ങനെ പറയാൻ കാരണം എന്ന് പറയുമ്പോഴത്തേനും, അവൾ ആ ഡിസൈൻ പൂർത്തിയാക്കി, ഇത്രയും കുറഞ്ഞ സമയത്തിൽ ആ ഡിസൈൻ പൂർത്തിയാക്കിയെന്നോ, വളരെ നല്ല കാര്യമാണല്ലോ. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ സാഗർ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. അങ്ങനെ സന്തോഷം മാനസികമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. പക്ഷെ മാനസിക ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഒരിക്കലും ആ ഡിസൈൻ അവളുടെ കയ്യിൽ നിന്ന് ആ അലികയിലെത്തില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആളുകളൊക്കെ ഏർപ്പാടാക്കിയിരിക്കുക. അനിരുദ്ധൻ്റെ നേതൃത്വത്തിലുള്ള ഓരോരോ പോലീസിൻ്റെ ഒരു സംഘമൊക്കെ വരുന്നുണ്ട്. അതിന് ദേഷ്യം തന്നെ മഹിയെ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് ആ ഡിസൈൻ മോഷ്ടിക്കുന്നുണ്ട് കേട്ടോ. അതിന് മാത്രമല്ല, ആ ഒരു ഫോണും, മഹിയുടെ ഫോൺ അവർ പിടിച്ചു വാങ്ങുന്നുണ്ട്. കാരണം ആരും ആ ഫോൺ വിളിക്കുമ്പോൾ മഹി എടുക്കാൻ പാടില്ല എന്ന രീതിയിലൊക്കെ കേട്ടോ. അതിനുശേഷം തന്നെ സാഗറിനെയും അതുപോലെ തന്നെ ദേവ്ജിയാണ് കാണിക്കുന്നത് കേട്ടോ. മഹി ഇത്രയും വഴുകാൻ എന്താ ഇത്ര കാരണം എന്ന് അറിയില്ല. കാരണം ഇത്രയും സമയമായിട്ട് അവന് വൈകേണ്ട ഒരു കാര്യവും ഇല്ല കേട്ടോ. അങ്ങനെ വഴുകേണ്ട ഒരാളുമല്ല മഹി. എന്ത് പറ്റിയെന്നറിയില്ല, ഫോൺ വിളിച്ചാലും കിട്ടുന്നില്ല, എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ടെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ദേവ്ജി ആണെങ്കിൽ മുൻകൂട്ടി കണ്ടിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും കേട്ടോ. അതിനുശേഷം തന്നെ ഈ വിവരം തന്നെ നമ്മുടെ ശ്രീദേവി അവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അലികയിലേക്ക് ആ ഡിസൈൻ എത്തിയിട്ടില്ല, മഹിയെ കാണാനില്ല എന്ന രീതിയിലൊക്കെ കേട്ടോ. അതിനുശേഷം തന്നെ അനിരുദ്ധനാണെങ്കിലോ ഈ ഡിസൈനുമായിട്ട് മാനസയെ കാണാനായിട്ട് എത്തുന്നു കേട്ടോ. ആ സമയത്ത് തന്നെയാണ് ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട്, മാഡം ആ ഡിസൈൻ എൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട്, ഇനി എന്തായാലും മാഡം വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കും, ആ കൺമണി അവിടെ നിന്ന് പുറത്താക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇന്നത്തോടുകൂടി കൺമണിയുടെ അധപ്പതനമാണ്. അവൾക്ക് ഒരിക്കലും തന്നെ ഇനി അലികയിലേക്ക് കാല് കുത്താൻ സാധിക്കില്ല, അവൾ അടിച്ച് പുറത്താക്കപ്പെട്ടവളാണെന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു രംഗമാട്ടോ അവിടെ കാണിക്കുന്നത്. വേറൊന്നല്ല, നമ്മുടെ കരീം സാഹിബ് അവിടെ നിൽക്കുന്നു. അത് കാണുന്ന അനിരുദ്ധൻ പറയുന്നുണ്ട്, മാഡം ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യ്, വേറൊരാളെ കാണുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ടെൻഷനായിട്ട് മാനസ ഫോൺ കട്ട് ചെയ്യാട്ടോ ചെയ്യുന്നത്. കരീം സാഹിബും രണ്ട് ഗുണ്ടകളെയും ചേർന്നിട്ട് ആ വണ്ടി തടുക്കാട്ടോ. ആ ഡിസൈൻ എങ്ങോട്ടും പോകില്ല, അത് നേരെ അലികയിൽ ദേവ്ജിയുടെ കയ്യിൽ തന്നെ ഇരിക്കും. അതിന് വേണ്ടി തന്നെയാണ് കരീം സാഹിബ് വന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ദേവ്ജി ഏർപ്പാടാക്കി തന്നെയാണ് കേട്ടോ ഒരു പ്രതിസന്ധി, അലികയ്ക്ക് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എന്തായാലും കരീം സാഹിബ് അവിടെ എത്തുന്നുള്ളത് ദേവ്ജി ആദ്യം തന്നെ വാക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ടെൻഷനില്ലാതെ നിൽക്കുകയാണ്. അപ്പോഴത്തേനും നമ്മുടെ കൃഷ്ണനെയും കൺമണിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ സർ എന്തെങ്കിലും സംഭവിക്കുമെന്ന് അറിയില്ല, ടെൻഷൻ ആവുന്നുണ്ട്. ദേവ്ജി എന്നോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അലികയ്ക്ക് എന്ത് പ്രതിസന്ധി വന്നപ്പോഴും ഒരു ദേവദൂതനെ പോലെ ഒരാളവിടെ എത്തിയിട്ടില്ലേ, അദ്ദേഹം തന്നെ എത്തും. എന്തായാലും ആ ഡിസൈൻ ഒരിക്കലും തന്നെ നഷ്ടപ്പെട്ടു പോകില്ല, അത് അലികയ്ക്ക് സ്വന്തമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ട് എന്നെ ഒന്ന് പ്രൊമോ കഴിയുന്ന നാളെ എപ്പിസോഡ് വിശേഷമായിട്ട് കാണാം കേട്ടോ.